കൊന്നിച്ചിവ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യണത്. ഇന്ന് തൊട്ട് വ്യാഴാഴ്ച വരെ എനിക്ക് ലീവാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്പാനിൽ ഇപ്പോൾ സമ്മർ വെക്കേഷനാണ് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ 5 ദിവസം എല്ലാവർക്കും അവധിയാണ്. അപ്പോൾ തിങ്കൾ തൊട്ട് വ്യാഴം വരെ എനിക്കും അവധിയാണ് കേട്ടോ, ഓഫീസൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ പോണത് നാറയിലേക്കാണ്. നാറയിൽ ഇന്നൊരു ലൈറ്റ്സിൻ്റെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോണത്. അപ്പോൾ നമ്മൾ ഒരാഴ്ചയിലും മുകളിലായിട്ടോ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പുറത്ത് പോവാണ്, തിങ്കളാഴ്ച ആയതുകൊണ്ട് നമ്മുടെ സമ്മർ അല്ലല്ലോ, നമ്മുടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പോൾ എവിടേക്കെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പോണതാണ് നാറയിലേക്ക്. നാറയിൽ ഇന്ന് ലാന്തേൺ ഫെസ്റ്റിവൽ നടക്കുകയാണ്. അതായത് നമ്മുടെ ഈ സമ്മർ ടൈമിലായിരിക്കും ഇവിടെ കുറേ വെടിക്കെട്ടും അങ്ങനെ കുറേ എന്താ പറയുക ഫെസ്റ്റിവലൊക്കെ നടക്കുക. അപ്പോൾ അതിലൊരു ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോണത്. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, കഴിഞ്ഞ തവണ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യൂട്യൂബ് ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഇതവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് പോണത്. അപ്പോൾ നിങ്ങൾ എൻ്റെ മുഖം കാണുമ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കും. ഞാൻ മുടി കെട്ടിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ പോയി മുടി കെട്ടിയായിരുന്നു, വെക്കേഷനൊക്കെ ആയതുകൊണ്ടും പിന്നെ ഇവിടെ ഒടുക്കത്തെ ചൂടായതുകൊണ്ടും നമ്മൾ മുടിയൊക്കെ വെട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നീളമൊക്കെ കുറച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാവുന്നൊന്നും അറിയില്ല. എന്നാലും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല, കാരണം യൂട്യൂബിൽ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരുണ്ട്. നമുക്ക് നമ്മുടെ യൂട്യൂബിൻ്റെ അനലിറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഏതൊക്കെ ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരും കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് അറിയില്ല, എന്നാലും ഞാൻ വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 3 മണി സമയമായിട്ടുണ്ട്. ഇന്ന് വലിയ കാര്യമായിട്ട് വെയിലില്ല കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര വെയിലാണ്. ഇന്ന് വലിയ കാര്യമായിട്ട് വെയിലില്ല. നിങ്ങളെൻ്റെ ബാക്കിൽ കണ്ടില്ലേ, ഇത്രയായിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ നെല്ലുകൾ. ഇത് ഇങ്ങനെ മുളപ്പിക്കാൻ വെച്ചപ്പോൾ തൊട്ട് നമ്മുടെ വീഡിയോസിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ സ്റ്റേജ് ഇതാ ഇങ്ങനെയാണ്. കുറച്ച് ഹൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നെല്ലുണ്ടാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി എപ്പോഴാണ് ഞാൻ അടുത്ത വീഡിയോ ഇടണമെന്ന് അറിയില്ല, എന്നാലും ഞാൻ വേഗം ഞാൻ ശ്രമിക്കാം. അപ്പോൾ അതാ ബാക്കിലൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ ഫെസ്റ്റിവലില്ലേ, ഇത് നമ്മുടെ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് തൊട്ട് 14-ാം തീയതി വരെ എങ്ങാണ്ടാണ് ഉള്ളത്. ഇന്നിപ്പോൾ ഓൾറെഡി ഡേറ്റ് എത്രയായി, 12 ആയി കേട്ടോ. അപ്പോൾ 2 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ വേഗം പോയി കണ്ടുകൊള്ളാം. 2 ദിവസം കൂടി ഉണ്ടാവുള്ളൂ. നല്ല രസമാണ് കാണാൻ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പ്രാവശ്യം കൂടി ഇന്ന് പോകണമെന്ന് തോന്നി. ഇവിടെ വേറെ സ്ഥലങ്ങളൊക്കെ നോക്കിയപ്പോൾ ഭയങ്കര ദൂരമാണ്. അപ്പോൾ ഈ വെയിലും കൊണ്ട് പോയി ആ സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണവും. വെയിലാണ് ഇപ്പോൾ നമുക്കിവിടെ മെയിനായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തതിൻ്റെ കാരണം കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എന്നും പോണ പോലെ തന്നെ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് 1 കിലോമീറ്റർ അല്ല, കുറച്ചുണ്ട്, 1 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് സ്റ്റേഷനിലേക്ക്. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് നമ്മൾക്ക് 2 ട്രെയിൻ കയറാനുണ്ട്, എന്നാലും തന്നെ അറിയത്തുള്ളൂ കേട്ടോ. കുറച്ച് പേര് നമ്മളോട് ഈ സമയത്ത് ഇവിടേക്ക് വിസിറ്റിങ്ങിന് വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു സജഷൻ. കാരണം ഇപ്പോൾ ഭയങ്കര ചൂടാണ്, അതുപോലെ തന്നെ ഭയങ്കര പുഴുക്കമാണ്. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വരണതായിരിക്കും നല്ലതെന്നാണ് ഞാൻ പറയണത്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണെങ്കിൽ കുറച്ചുകൂടെ തണുപ്പൊക്കെ ഒരു 2-3 മാസമൊക്കെ കഴിയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ തണുപ്പ്, ഒരുപാട് തണുപ്പല്ല, കുറച്ച് തണുപ്പൊക്കെ വന്ന് എല്ലാ സ്ഥലവും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഭയങ്കര ഇതായിരിക്കും. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വരാണെങ്കിൽ കുറച്ച് തണുപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്ര ക്ഷീണം ഉണ്ടാവില്ല. ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനും പുറത്തിറങ്ങാൻ മടിക്കണത് ഭയങ്കര ചൂടായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതാണ്. ഇപ്പോൾ എൻ്റെ ബാക്കിൽ ഒരു കൃഷിസ്ഥലം ഉണ്ട് കേട്ടോ, ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കൃഷിസ്ഥലം. ഇത് ജാപ്പനീസുകാരല്ല കേട്ടോ, വേറെ ഏതോ രാജ്യക്കാരാണ്, എനിക്ക് തോന്നുന്നു ചൈനക്കാരോ അങ്ങനെ ആരോ ആണ്. അവരിങ്ങനെ വെക്കേഷൻ സമയത്തൊക്കെ ഇവിടെ വന്നിട്ട് ഇതുപോലെ കൃഷി ചെയ്യുന്നുണ്ടാവും. ഈ വീക്ക് ഡേയ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവരെ കാണാനായിട്ട് പറ്റില്ല, പക്ഷേ വീക്കെൻഡിൽ വന്നു കഴിഞ്ഞാൽ ഇവരെ കാണാനായിട്ട് പറ്റും. ഇവർ നനയ്ക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സൺഫ്ലവർ, സൂര്യകാന്തി പൂ നിൽക്കുന്നുണ്ട് കേട്ടോ, അവിടെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ അവരും അതെന്തിനാണ് വളർത്തണമെന്ന് എനിക്കറിയില്ല. ബാക്കി വഴുതനങ്ങ, വെണ്ടയ്ക്ക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് ഓസക്ക എയർപോർട്ട് അടുത്തായതുകൊണ്ട് നമ്മുടെ ഫ്ലൈറ്റൊക്കെ കുറച്ച് ചെറുതായിട്ട് അടിയിൽ കൂടെയാണ് ഉണ്ട് പോവുക. അപ്പോൾ കാണാൻ നല്ല രസമാണ്. ഇതിപ്പോൾ കുറച്ച് ഹൈറ്റിലാണ് പോണത്. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല താഴ്ചയിലായിരിക്കും കേട്ടോ പോണത്. അപ്പോൾ അതാണ് കണ്ടുകൊണ്ടിരിക്കണേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ 5 ദിവസം ലീവാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. പിന്നെ എന്തുണ്ട് വിശേഷം, എൻ്റെ പല്ല് ചെറുതായിട്ട് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. നാട്ടിൽ ഇരിക്കുമ്പോൾ പല്ല് കെട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ക്ലിപ്പൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ക്ലിപ്പ് വയ്ക്കാൻ ചില ദിവസങ്ങളിലൊക്കെ മടിയാണ്. അപ്പോൾ ക്ലിപ്പ് ഇടാണ്ടിരുന്നിട്ടാണ് ഈ ഗ്യാപ്പ് വരണത്. അപ്പോൾ ഇനി അതൊന്ന് ശരിയാക്കണം.
അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ബാഗും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഫോണും കാർഡും എടുക്കണതാണ് കേട്ടോ ഏറ്റവും സൗകര്യം. അപ്പോൾ കയ്യിലൊന്നും എടുക്കണ്ടല്ലോ. അപ്പോൾ എല്ലാം നമുക്ക് കാർഡ് വെച്ച് വാങ്ങുകയും ചെയ്യാം. പിന്നെ നമുക്ക് വലിയ ചുമക്കേണ്ട ആവശ്യങ്ങളും ഇല്ല. അപ്പോൾ ഇതേ വെൻഡിങ് മെഷീനിൽ നിന്ന് ദാഹിച്ചപ്പോൾ ഒരു കൊക്കക്കോള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാർഡ് ഉണ്ട്. അപ്പോൾ കാർഡ് വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അത് കാർഡ് വെച്ചെടുത്തപ്പോൾ അതേ നമുക്ക് വെൻഡിങ് മെഷീനിൽ നിന്ന് ഇതുപോലെ കൊക്കക്കോള കിട്ടും കേട്ടോ. വെൻഡിങ് മെഷീൻ ഉപയോഗിക്കണതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ വെൻഡിങ് മെഷീനിൽ നിന്ന് നമ്മുടെ കൊക്കക്കോള എടുത്തിട്ടുണ്ട് കേട്ടോ. കൊക്കക്കോള ഞാനിങ്ങനെ കുടിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ കുറച്ച് പേർക്ക് താല്പര്യമില്ല. റിയാൻ എപ്പോഴും കുടിക്കില്ല കേട്ടോ, വല്ലപ്പോഴും മാത്രമേ കുടിക്കാറുള്ളൂ. അപ്പോൾ എൻ്റെ ടീഷർട്ടിൻ്റെയും അതുപോലെ തന്നെ കൊക്കക്കോളയുടെയും കളർ സെയിം ആണ്, റെഡാണ് കേട്ടോ. റെഡ് എൻ്റെ ഫേവറേറ്റ് കളറാണ് കേട്ടോ. റെഡും ബ്ലാക്കും എൻ്റെ ഭയങ്കര ഫേവറേറ്റ് കളറാണ്. അപ്പോൾ ഇനി എസ്കലേറ്റർ വഴി നമുക്ക് മുകളിലേക്ക് പോവാം. അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ട്രെയിനിൻ്റെ സൗണ്ട് കേൾപ്പിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാഞ്ഞത് കേട്ടോ. നല്ല രസത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് മ്യൂസിക്കൊക്കെ ഇട്ടിട്ടാണ് ട്രെയിൻ വന്നത് ഇവിടെ. അങ്ങനെ നമുക്ക് 2 സ്റ്റേഷൻ മാറി കയറണം. നമ്മുടെ ഒജി എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് നാറ വരുന്നത്. അപ്പോൾ നമ്മൾ ഒജിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാണ് നമുക്ക് നാറയിലേക്ക് മാറി കയറേണ്ടത്. ഇവിടെ നിന്ന് നമുക്കൊരു അരമണിക്കൂറിൻ്റെ വഴിയുണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ നമുക്ക് നാറയിലേക്ക്. അപ്പം ഞാൻ ദേ ഇവിടെ എത്തിയിട്ട് ട്രെയിൻ കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതേ നമ്മുടെ ട്രെയിൻ അങ്ങ് ദൂരയിൽ നിന്ന് നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നു. ഇനി നമ്മൾ കയറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിൽ നിന്ന് എല്ലാവരും ഇറങ്ങിച്ചാണ് പിന്നെയാണ് നമ്മൾ കയറുള്ളൂ കേട്ടോ. ഓടിച്ചാടി കയറില്ല അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഭയങ്കര റിലാക്സ് ആയിട്ടാണ് കയറുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സീറ്റ് വേണമെന്ന് ഇവിടെ വലിയ നിർബന്ധം കാര്യങ്ങളൊന്നുമില്ല. ജാപ്പനീസുകാർ നിൽക്കാനും തയ്യാറാണ്. അവർക്ക് ഇരിക്കണമെന്ന് വലിയ നിർബന്ധം ഉള്ള കാര്യങ്ങളല്ല. നമ്മളാണ് സീറ്റ് കാണുമ്പോഴേക്കും വേഗം കയറി ഇരിക്കുക കേട്ടോ. ഇവർക്ക് അങ്ങനെ നിർബന്ധമുള്ള കാര്യങ്ങളില്ല. അവർ നിൽക്കാനും അവർക്ക് നിൽക്കണ പോലെ തന്നെയാണ് ഇരിക്കണതും. അപ്പോൾ നമ്മളെപ്പോലെ കുറച്ച് പേര് ഞായറാഴ്ചക്ക് പോണവരുണ്ടായിരുന്നു. അവിടുത്തെ ഇന്നത്തെ ഫെസ്റ്റിവൽ കാണാൻ ഞായറാഴ്ചക്ക് പോണവരുണ്ടായിരുന്നു. സാധാരണ ഇത്ര തിരക്കുണ്ടാവാറില്ല കേട്ടോ. ഒന്ന് കുറച്ചധികം തിരക്കുണ്ട്. അപ്പോൾ പോണ വഴിക്കൊക്കെ നിങ്ങൾ കാണുന്നത് പാടങ്ങളാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിവിടെ ഇൻ്റർവ്യൂവിന് വന്ന സമയത്ത് ഇവിടെ ഫുള്ള് ഒരുമാതിരി ആഷ് കളറായിട്ട് ഇങ്ങനെ തരിശുഭൂമി പോലെ കിടക്കായിരുന്നു കേട്ടോ. അതിൽ നിന്നാണ് ഇത്രയും ഡിഫറൻറ്റ് വന്നേക്കണേ. കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കൊക്കുകൾ നമ്മുടെ നാട്ടിൽ ഇതുപോലെ കൊക്കുകളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ കണ്ട് നമുക്ക് സൈഡ് സീറ്റ് കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ കണ്ട് നമ്മൾ മെല്ലെ പോവുകയാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഭയങ്കര വെയിലാണ്. അതുകൊണ്ട് നമ്മൾ ചെടി വാങ്ങിച്ചാൽ തന്നെ പുറത്ത് വെച്ചാൽ തന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും അത് കരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഈ നെല്ലിൻ്റെ കൃഷിയുടെ സൈഡിലൊക്കെ നിങ്ങൾക്ക് വെള്ളം കാണാൻ പറ്റും. എപ്പോഴും വെള്ളം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ വെള്ളമൊക്കെ കെട്ടി നിർത്തിയേക്കണത് കേട്ടോ. അത്രയും ചൂടാണ്. അപ്പോൾ നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ട് സൈഡ് സീറ്റിലൊക്കെ ഇരുന്ന് നമ്മളിങ്ങനെ പോവാണ്. ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു അരമണിക്കൂറിൻ്റെ വഴിയാണുള്ളത്. പിന്നെ എന്താണ് വിശേഷം? പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. നമുക്കിനി നാറയിൽ ചെന്നിട്ട് അവിടെ ഇറങ്ങിയിട്ട് 1 കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട് കേട്ടോ. നടക്കാം അല്ലെങ്കിൽ ബസ്സിന് പോവാം. അപ്പോൾ നമ്മൾ പോകണമെന്ന് ബസ്സിനാണ്. നമുക്ക് 1-1.5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ പോകുമ്പോൾ നമ്മൾ നടന്നു പോവാം, വരുമ്പോൾ തിരിച്ച് നടന്നു വരാമെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നാറ എത്തിയിട്ടുണ്ട്. അപ്പം നാറ സ്റ്റേഷനിൽ നമ്മൾ ഔട്ട് ചെയ്തിട്ട് ഇനി നമ്മൾ പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെയാണ് നമുക്ക് ബസ് ടെർമിനൽ ഉള്ളത്. അപ്പോൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ബസ് ടെർമിനലിലേക്ക് പോകാം. അപ്പോൾ അതിന് മുന്നേ എന്തെങ്കിലും കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കഴിക്കാൻ 7-Eleven പോകാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ നാറയിലായാലും ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഇത്ര തിരക്കൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഇപ്പോൾ എല്ലാവരും സമ്മർ ആയതുകൊണ്ട് ഈ സമയത്തായിരിക്കും വേറെ ഫോറിനേഴ്സൊക്കെ വരിക. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം നാറയിൽ നല്ല തിരക്ക് എനിക്ക് തോന്നിയായിരുന്നു. ബസ് കയറാൻ നിന്നപ്പോഴും നല്ലോണം തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പോണത് കൊമ്പിനിക്കാണ്. ഞാൻ പറഞ്ഞ പോലെ ഫുഡ് ഇതിൽ വാങ്ങാൻ വേണ്ടി കൊമ്പിനിക്കാണ് കേട്ടോ നമ്മൾ പോണത്. നമ്മൾ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. എന്നാലും ചോറും ചിക്കൻ കറിയും കഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇറങ്ങിയത്. എന്നാലും എനിക്ക് ഇവിടെ എത്തിയപ്പോൾ ഒന്നുകൂടി വിശപ്പിൻ്റെ അസുഖം പിന്നെ പണ്ടേ ഉള്ളതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കൊമ്പിനിയിലേക്ക് വന്നിരിക്കുന്നതാണ്. ഇവിടെ നിന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഐസ്ക്രീം വാങ്ങാമെന്നാണ് വിചാരിച്ച് ഞാൻ ഇവിടെ കയറിയത്. അപ്പോൾ നമുക്ക് ഐസ്ക്രീമിൻ്റെ സെക്ഷനിലേക്ക് പോയി നോക്കാം. ഇത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഐസ്ക്രീമിൻ്റെ സെക്ഷൻ. ഇവിടെ കുറേ ടൈപ്പ് ഓഫ് ഐസ്ക്രീംസ് ഉണ്ട്. ജപ്പാൻ ഭയങ്കര എന്താ പറയുക കുറേ വെറൈറ്റി ഐസ്ക്രീമിനൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കൺട്രിയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഐസ്ക്രീമുകളുടെ സെക്ഷനാണ്. അപ്പോൾ ഇതിൽ നിന്നൊരു പൈനാപ്പിളിൻ്റെ ഒരു ഐസ്ക്രീം പോലത്തെ ഒരു സ്റ്റിക്കാണ് കേട്ടോ ഞാൻ എടുത്തത്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഐസുരുത്തിയിൽ നാട്ടിൽ
കണ്ടില്ലേ അതുപോലത്തെ ഒരു സംഭവമാണ് റെഡ് ബീനിൻ്റെയും അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക്. അതായത് നമ്മുടെ ഐസുരുത്തി തന്നെ അതിന് ഫ്ലേവർ ഉണ്ടായിരിക്കും. അതാണ് ആ സംഭവം. ഷേവ്ഡ് ഐസാണ്. ഒന്ന് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഞാനിന്നത് കഴിച്ചിട്ടുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ കാണുന്നത് സ്ട്രോബെറിയുടെ, അതിന് മുകളിൽ കുറച്ച് സ്ട്രോബെറിയുടെ കട്ട്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് സ്ട്രോബെറിയുടെ ഐസ്ക്രീം. പിന്നെ ഈ കാണുന്നത് ഐസ് ക്യാൻഡിയാണ്. പ്രത്യേകിച്ച് എന്താ പറയുക, വലിയ ഫ്ലേവർ ഇല്ല, സാധാരണ ഒരു ബാർ പോലത്തെ ഒരു ഐസ്ക്രീമാണ് നിങ്ങൾ ആ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ കാലി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഈ കാണുന്നത് എന്തായിരുന്നു, ഇത് ഗ്രേപ്പിൻ്റെ ഐസ് ബാർ ആയിരുന്നു. അത് നല്ല രസമാണ്. ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ല അടിപൊളി എന്താ പറയുക ഐസ്ക്രീമാണ്. പിന്നെ പാമ്പിൻ്റെ ഐസ്ക്രീം, അങ്ങനെ കുറേ ഐസ്ക്രീമുകളുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു സംഭവമാണ്. ഇത് ഐസ്ക്രീമാണെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ എടുത്തത്. പക്ഷേ ഇത് ഐസ്ക്രീം അല്ലായിരുന്നു. ഇത് നമ്മുടെ പൈനാപ്പിളിൻ്റെ ഒരു സ്റ്റിക്കായിരുന്നു കേട്ടോ. നമ്മുടെ പൈനാപ്പിളിൻ്റെ ഒരു സ്റ്റിക്ക് നമ്മൾ ഫ്രീസറിൽ വെച്ച് കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെയായിരുന്നു ആ സംഭവം. എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്ര വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ കാണുന്നത് ഒരു കുഞ്ഞു കാറാണ്. അത് നമ്മുടെ മിനി കൂപ്പറിൻ്റെ ബ്രാൻഡാണ് കേട്ടോ. അതിൻ്റെ ഒരു കുഞ്ഞു കാറാണ് ഈ കാണുന്നത്. അത് നല്ല രസമുണ്ടായിരുന്നു. നല്ല വിൻറ്റേജ് കാറായിരുന്നു. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഇവിടെ ആരെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളും ബസ് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. നമുക്ക് ലൂപ്പ് ബസ്സാണുള്ളത്. അപ്പോൾ ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ ബസ്സുണ്ട്. അപ്പം നമ്മുടെ ബസ് അങ്ങനെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ബസ്സിൽ ഫുള്ള് തിരക്കാണ്. ഇതിൽ ഫോറിനേഴ്സാണ് കൂടുതലും ഉള്ളത്. അവരും ഇതുപോലെ ഈ ലാന്തൻ ഫെസ്റ്റിവൽ കാണാൻ വരുന്നവർ തന്നെയാണ് കേട്ടോ. ഈ ബസ്സിന് മെയിനായിട്ടൊരു 3 സ്റ്റോപ്പാണ് ഉള്ളത്. പോണ വഴിക്ക് 2 ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾസ് ഉണ്ട്. അവിടെ സ്റ്റോപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് സ്റ്റോപ്പുള്ളത് നാറാ പാർക്കിലാണ് കേട്ടോ. നമ്മളിവിടെ നാറയിൽ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ 2 കിലോമീറ്ററോളം നമുക്ക് ഈ നാറാ പാർക്കിലേക്ക് നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ വെയിലത്ത് നടക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് പോകുമ്പോൾ ബസ്സിനും തിരിച്ചു വരുമ്പോൾ രാത്രിയാവും എന്തായാലും. അപ്പം നടന്ന് വരാമെന്നും വിചാരിച്ചത് കേട്ടോ. അതേ നമ്മൾ പോകുമ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴിക്കൊക്കെ ഈ കാണുന്ന പാർക്കിലൊക്കെ നിങ്ങൾക്ക് മാനുകളെ കാണാനായിട്ട് പറ്റും. ഇവിടെ മാനിൻ്റെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ മുന്നത്തെ വീഡിയോസ് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥലമൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ. മാനിൻ്റെ കുറേ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കുറച്ച് പേര് മാനിന് തീറ്റയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ മാനുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ തലകനെ കുമ്പിടും കേട്ടോ. അങ്ങനെയാണ് ഇവിടുത്തെ മാനുകൾ. അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ബസ്സൊക്കെ ഇറങ്ങി നമ്മുടെ നാറാ പാർക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാർക്കിൻ്റെ ഓപ്പോസിറ്റ് കുറേ പേരുകൾ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ പോയി നോക്കിയപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു കാഴ്ചയാണ് കണ്ടത് കേട്ടോ. അതായത് ഒരു അമ്മമാൻ ഒരു കുഞ്ഞുമാനിന് പാല് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അമ്മമാൻ ഇങ്ങനെ സൈലൻ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞുമാൻ പാലും കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറേ പേര് അത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ആ അമ്മമാനിന് കുറേ പേര് ഫുഡൊക്കെ കൊടുക്കണ്ടായിരുന്നു. ഫുഡ് കൊടുക്കുമ്പോൾ ഇവിടുത്തെ മാനുകൾ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ തല ഇങ്ങനെ ആട്ടും, ബോ ചെയ്യും. അപ്പോൾ അതാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കതൊരു ശീലമാണ്. ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ തല കുമ്പിടുക, അത് അവർക്കൊരു ശീലമാണ്. അപ്പോൾ കുറേ പേരൊക്കെ ആ മാനിന് കൊണ്ട് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ മാനുകളുടെ ഒരു പ്രധാന ഒരു ഫുഡാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ബിസ്ക്കറ്റ്. ഇതിന് വേണ്ടിയിട്ട് ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഷോപ്പുകളൊക്കെ ഉണ്ട്. നമ്മൾ ആ ഷോപ്പിൽ പോവുക, ഈ സാധനം വാങ്ങുക, ഈ മാനുകൾക്ക് കൊടുക്കുക. ആ മാനുകൾ അത് തിന്ന് കഴിയുമ്പോൾ അവർ ഇതുപോലെ തല ഇങ്ങനെ കുമ്പിടും. ഇതാണ് ഇവിടുത്തെ കൾച്ചർ. അപ്പോൾ ഞാൻ പണ്ടേ ഇവിടെ വരുമ്പോൾ വിചാരിക്കുന്നുണ്ട് ഈ സെയിം ബിസ്ക്കറ്റ് തിന്നിട്ട് ഈ മാനുകൾക്ക് ബോറടിക്കുന്നില്ലെന്ന്. കാരണം ഇത് വർഷങ്ങളായിട്ട് ഈ സംഭവമാണ് ഈ മാനുകൾ തിന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവർക്ക് ബോറടിക്കല്ലേ, നമുക്കൊക്കെ ഒരേ സ്ഥലം തന്നെ കഴിച്ച് കഴിഞ്ഞാൽ മടുക്കില്ലേ. പക്ഷേ ഈ സെയിം ബിസ്ക്കറ്റാണ് ഇവിടെ വരുന്ന എല്ലാവരും ഈ മാനുകൾക്ക് കൊടുക്കണേ. അതുപോലെ തന്നെ ഞാൻ ആലോചിക്കാറുണ്ട്, എല്ലാം കൊടുക്കുമ്പോൾ ഈ മാനുകളെല്ലാം കഴിക്കും ചെയ്യുന്നുണ്ട് ഈ ബിസ്ക്കറ്റ്. ഇവരുടെ വയറ് നിറയണില്ലെന്നും ഞാൻ ആലോചിക്കാറുണ്ട്. കാരണം അത്രയും ഫോറിനേഴ്സാണ് വന്നിട്ട് ഇതുപോലെ എന്താ പറയുക ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ മാനുകൾക്ക് ആ ബിസ്ക്കറ്റൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ മെല്ലെ ഞാനും അതിനെ തൊട്ട് നോക്കിയിട്ടോ. പക്ഷേ പുള്ളിക്കാരി വിചാരിച്ചത് എൻ്റെ കയ്യിൽ ബിസ്ക്കറ്റ് ഉണ്ടെന്നാണ് വിചാരിച്ചത്. ഇല്ലയെന്ന് കണ്ടപ്പോൾ പുള്ളിക്കാരി മൈൻഡ് വെച്ചില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വരണ വഴിക്ക് തന്നെ നമ്മളൊരു ഒരു മാൻകുട്ടീനെയും കണ്ടു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഷോട്ട് ഞാൻ എടുത്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം. പിന്നെ എൻ്റെ ബാക്കിൽ ഒരു കൊമ്പുള്ളൊരു മാൻ നിൽക്കുന്നുണ്ട്. കുറച്ച് ഡേഞ്ചറായിട്ടാണ് നിൽക്കണേ. കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ കൊമ്പുള്ള സാധാരണ ഇവിടുത്തെ മാനുകൾ അങ്ങനെ ആക്രമിക്കുക കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ റയറായിട്ട് നമ്മൾക്ക് യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കൊമ്പുകൊണ്ട് കുത്തണ വീഡിയോസൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനത്തെ കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ പോയി കഴിഞ്ഞാൽ ഒരു ടെമ്പിളാണുള്ളത്. അവിടേക്ക് ഞാൻ പോകുന്ന ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. പിന്നെ ഓപ്പോസിറ്റാണ് അവിടെയാണ് നമ്മുടെ എന്താ പറയുക ലാന്തേൻ്റെ വർക്ക്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. അത് 7 മണി തൊട്ട് 9:30 വരെയാണ്. അപ്പോൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇപ്പം നമുക്ക് 5:15 അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റുള്ള അമ്പലത്തേക്ക് പോയില്ല കേട്ടോ. നമ്മൾ ഇതേ പാർക്കിലേക്ക് പോകാനാണ് പോണത്. പോണ വഴിക്ക് നിങ്ങൾ കണ്ടില്ലേ മാനുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഫെസ്റ്റിവൽ ആയതുകൊണ്ട് തന്നെ ഇപ്പുറത്തൊക്കെ കുറേ കടകളുണ്ട് കേട്ടോ. അപ്പോൾ കടകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെറൈറ്റി ഓഫ് കടകളുണ്ട്. ഇതൊക്കെ എന്താ സംഭവം എന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല.
സ്ട്രോബെറിയിൽ എന്തോ ഡിപ്പ് ചെയ്തിട്ട് വെക്കുന്ന സംഭവമാണ് കേട്ടോ. അതിന് ഇവിടെ ഭയങ്കര വിലയാണ്, എന്താണെന്ന് അറിയില്ല. പിന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഐസുരുതിയാണ് കേട്ടോ. ഇത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സോസേജാണ്. ജപ്പാനിൽ സോസേജ് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ഓരോ സോസേജ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതും ജാപ്പനീസുകാർ കഴിക്കുന്നുണ്ട്, കുറേ പേര് അങ്ങനെ കഴിക്കുന്നു കാണാറുണ്ട്. സോസേജ് ഒക്കെ നമുക്ക് വീട്ടിലും ഇങ്ങനെ കഴിക്കാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് പുറത്ത് പോകുമ്പോൾ അങ്ങനെ വാങ്ങാൻ വലിയ താല്പര്യം ഉണ്ടാവാറില്ല കേട്ടോ. പക്ഷേ ജാപ്പനീസുകാരൊക്കെ സോസേജ് നല്ലോണം വാങ്ങും, അവരങ്ങനെ കഴിക്കും കേട്ടോ. ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കമ്പനിയിൽ പോയി അങ്ങനെയാണ് വാങ്ങുക. നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ഫെസ്റ്റിവലൊക്കെ വരുന്ന സമയത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കഴിക്കാനാണ് എനിക്ക് താല്പര്യം. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുക്കുംബറാണ് കേട്ടോ. കുക്കുംബറിൻ്റെ തൊലി കളഞ്ഞിട്ട് ഒരു സ്റ്റിക്കിൽ കുത്തിയിട്ട് ഐസിൽ വെച്ചിട്ടുള്ളൊരു സംഭവമാണ്. അതിനും നല്ല പൈസയാണ് കേട്ടോ. കുക്കുംബറിന് നമ്മൾ ജാപ്പനീസിൽ ക്യൂരി എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ അതും ഒരു ഭയങ്കര എല്ലാവരും വാങ്ങുന്ന ഒരു സംഭവമാണ്. അതും കുറേ പേര് വാങ്ങുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഒക്കെ ഇടയ്ക്ക് മാനുകൾ ഇതുപോലെ നടക്കുന്നുണ്ട് കേട്ടോ. ആൾക്കാരെ ഒന്നും പേടിക്കാണ്ട്, ആൾക്കാരും മാനിനെ പേടിക്കാണ്ട്. പക്ഷേ എനിക്ക് പേടിയുണ്ടായിരുന്നു, ഞാനിങ്ങനെ കൊമ്പുള്ള മാനൊക്കെ വരുമ്പോൾ എനിക്ക് പേടിയാണ്. അപ്പോൾ ഞാനും അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഈ കുറേ മാനതി കണ്ടില്ലേ, ഇങ്ങനെ മാനുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരെ തൊടും, അവർ വലിയ മൈൻഡൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നടക്കണ്ട. എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. ഇവിടെ നമ്മുടെ അച്ഛനമ്മമാർക്ക് വരെ വലിയ പേടിയൊന്നും ഇല്ലേ മാനുകളെ. നിങ്ങൾ കണ്ടില്ലേ, 2 കുട്ടികൾ ട്രോളിയാണ് ഇരിക്കുന്നത്. അതിൻ്റെ അടുത്തും മാൻ വന്നിട്ട് അവർക്ക് വലിയ മൈൻഡ് കാര്യങ്ങളൊന്നുമില്ല. അവർക്ക് കുത്തില്ല എന്നാണ് ഇവരുടെ എല്ലാവരും വിചാരം. കുത്തുമില്ല, എന്നാലും ഞാൻ ചില വീഡിയോസിലൊക്കെ കുത്തണതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അവിടെ കണ്ടില്ലേ, ഒരു അമ്മയും ഒരു മോളാണ് കേട്ടോ. ആ കൊച്ച് കരച്ചിലാണ്. പക്ഷേ അമ്മയാണെന്നുണ്ടെങ്കിൽ ഈ മാനിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ കൊച്ച് പേടിച്ചിട്ടാണ് കരയണത്. അത് കരഞ്ഞു കഴിഞ്ഞപ്പോൾ ആ അമ്മ ആ കുട്ടീനെയും കൊണ്ട് പോയി കേട്ടോ. കാഴ്ചകൾ കാണാനാണെങ്കിൽ കുറേ കാഴ്ചകളുണ്ട് കേട്ടോ. ഇവിടെ നാറ പാർക്കിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോ മാനുകൾ നിൽക്കും. ചെയ്യണ്ട, ആ ലേഡി വന്ന് ബിസ്ക്കറ്റ് കൊടുക്കും. അപ്പോൾ ആ മാനിങ്ങനെ തല ഇങ്ങനെ കുമ്പിടും. അപ്പോൾ ഇതൊക്കെ കണ്ടു നിൽക്കാനും നല്ല രസമാണ്. നമ്മളങ്ങനെ ബിസ്ക്കറ്റ് ഞാനിതുവരെ വാങ്ങിച്ച് കൊടുത്തിട്ടില്ല. എനിക്കറിയില്ല ഇത് എവിടെ നിന്ന് വാങ്ങാൻ കിട്ടാമെന്ന്. കുറേ ഷോപ്പുകളുണ്ട്, പക്ഷേ ഏത് ഷോപ്പിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ ഒരു ബിസ്ക്കറ്റ് വാങ്ങാൻ കിട്ടാമെന്ന് എനിക്കറിയില്ല. നമ്മൾ വെറുതെ കാണാനാണ് പോകാറുള്ളൂ. പക്ഷേ ഫോറിനേഴ്സൊക്കെ വരുമ്പോൾ ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. കിടന്ന് വരെയാണ് മാൻ തിന്നണേ. എനിക്ക് തോന്നുന്നു അതിൻ്റെ വയറൊക്കെ നിറഞ്ഞിട്ടാണ് അത് കിടന്ന് കഴിക്കണമെന്ന് തോന്നുന്നത്. എണീക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ചുറ്റോളം വേറെ മാനുകളൊക്കെ വന്ന് ഇതുപോലെയൊക്കെ ഫുഡൊക്കെ കൊടുത്ത് നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഐസുരുതി വാങ്ങാൻ പോവാണ് കേട്ടോ. ഇതിനെ ഇവിടെ ഐസുരുതി എന്നല്ല കേട്ടോ പറയുക. ഇത് നമ്മുടെ നാട്ടിൽ ഞാൻ ഐസുരുതി കഴിച്ചിട്ടുള്ളതുകൊണ്ട് ഞാനതിനെ പറയുന്നതാണ് ഐസുരുതി എന്ന് പറയുന്നതാണ്. ഷേവ്ഡ് ഐസാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാംഗോൻ്റെ ഫ്ലേവറാണ് പറഞ്ഞത്. ഇവിടെ കുറേ ഫ്ലേവർ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഒരു മെഷീൻ ഉണ്ട്, ആ മെഷീനിൽ ആ കപ്പിൽ ഐസ് എടുത്തത് തന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് എടുത്തോളാനാണ് പറയണത്. താഴെന്ന് കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്, അതിന് നമ്മുടെ ഇഷ്ടത്തിന് എടുത്തോളാനാണ് പറയണേ. എനിക്ക് മാംഗോ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒഴിച്ചാൽ മതി അതിൻ്റെ പുറത്തു കൂടെ, അല്ലെങ്കിൽ എല്ലാം എലിഞ്ഞു പോകുമല്ലോ. പക്ഷേ ഞാൻ ഒരുപാട് അധികം ഒഴിച്ചു വിട്ടു, എല്ലായിടത്തും നിറയട്ടെ, നല്ലോണം ഫ്ലേവർ വരട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ എല്ലായിടത്തും ഒഴിച്ചു. അവസാനം ആ ഐസൊക്കെ അരിഞ്ഞ് എന്താ പറയുക, ഒരു ജ്യൂസ് പരിവായി കേട്ടോ. അങ്ങനെ നമ്മൾ ഇത്ര എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളൊരു ഐസുരുതി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഞായറാഴ്ച സ്പെഷ്യൽ സംഭവമാണ് ഐസുരുതി. അപ്പോൾ ഐസിൻ്റെ മുകളിൽ മറ്റേ നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ഒഴിച്ചപ്പോൾ ഒഴിക്കണം, ഞാൻ കുറേ ഒഴിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഐസുരുതി മാറിയത് ജ്യൂസായിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം എവിടെയെങ്കിലും പോയി ഇരിക്കാം. നമ്മുടെ ലാൻതേൺ ഫെസ്റ്റിവൽ തുടങ്ങുന്നത് 7 മണി തൊട്ടാണ്. 7 മണി തൊട്ട് 9:30 വരെയാണ്. ഇപ്പോൾ സമയം 5:30 ആയിട്ടുള്ളൂ. നമുക്ക് റെസ്റ്റ് എടുക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. അപ്പോൾ നമുക്കൊരു സ്ഥലത്ത് പോയി ഇരുന്നിട്ട് ഇത് കഴിക്കാം. അപ്പോൾ നമ്മളങ്ങനെ ഒരു സീറ്റ് കണ്ടുപിടിച്ച് നമ്മൾ കഴിക്കുകയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ ഉണ്ടല്ലോ, ഡ്രിങ്ക്, അതിൻ്റെ ടേസ്റ്റാണ് ഉണ്ടായിരുന്നത്. നല്ല മാംഗോൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ എന്നെ പോലെ കുറേ പേര് ഒറ്റയ്ക്ക് വരുന്നവരുണ്ട് കേട്ടോ. ഇവിടെ ഒറ്റയ്ക്ക് വരുന്നവർക്കൊക്കെ പറ്റിയ സ്ഥലമാണ് ജപ്പാൻ. ആരും അങ്ങനെ ഒറ്റയ്ക്കാന്ന് വിചാരിച്ച ശ്രദ്ധിക്കുകയും കാര്യങ്ങളൊന്നുമില്ല. എല്ലാവർക്കും ഒറ്റയ്ക്കായാലും കൂട്ടം കൂടി വന്നിട്ടായാലും എങ്ങനെയാണെങ്കിലും എൻജോയ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇരിക്കുന്ന സൈഡിൽ ഒരു കുളം ഉണ്ടായിരുന്നു. ഇത് അവിടെ കണ്ടില്ലേ, അവിടെ ഒരു മീനുണ്ട്. ഇത് കണ്ട മീനുണ്ട്. ആ കുളം ഭയങ്കര കുറച്ച് വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. പക്ഷെ അതിൽ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിനെ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. ഈ കുളം വലിയ ആഴമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഒരു മാനിന് ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന ആഴേ ഉള്ളൂ. അതുപോലെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ കണ്ടായിരുന്നു ഒരു മാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നീന്തി പോകണമെന്ന് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ച് കഴിയുമ്പോൾ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെ, നമ്മളിരിക്കുന്നതിൻ്റെ ചുറ്റും ഇങ്ങനെ ഓരോ മാനുകളൊക്കെ ഇങ്ങനെ ആടിപ്പാടി ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഒരു പേടിയില്ലാണ്ട് കുറേ കുഞ്ഞു മാനുകൾ ഇവിടെ കേട്ടോ.
ഈ പാർക്കിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു ഹില്ല് പോലെ ഉണ്ട് കേട്ടോ. അവിടെയും കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. നമുക്കിവിടെ നോക്കുമ്പോൾ ഉറുമ്പ് പോലെയാണ് കാണാൻ പറ്റുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കുറേ ക്ലൈംബ് ചെയ്ത് മുകളിലേക്ക് കയറി പോകണം, എന്നാലാണ് അവിടെ ചെല്ലുള്ളൂ കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ 7 മണിക്കാണ് നമ്മുടെ ഫെസ്റ്റിവൽ തുടങ്ങുന്നത്. അപ്പം ഞാൻ ചുമ്മാ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് കേട്ടോ. നമ്മളിവിടെ വെറുതെ സമയം കളയാൻ വേണ്ടി നിൽക്കുകയാണ്. കേട്ടോ. കുറേ ആൾക്കാർ കേട്ടാണ് വന്നേക്കണേ. നമ്മൾ ഒറ്റയ്ക്ക് വന്ന കാര്യം കൊണ്ട് നമുക്ക് വെറുതെ അങ്ങോട്ട് നടന്ന് സമയം കളയാണ്. ഇപ്പോൾ സമയം 5:45 7 മണിക്കാണ് തുടങ്ങണത്. അപ്പോൾ 7 മണി വരെ നമ്മളിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു മാനിനെ ഇറങ്ങി നിൽക്കാവുന്ന ഒരു ഇതേ ഉള്ളൂ എന്ന് കണ്ട. ഒരു മാന ഇതിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് ചാടിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തായിരുന്നു. ആ പുള്ളിക്കാരി അങ്ങനെ വെറുതെ നടന്നിങ്ങനെ പോകുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞിട്ട് അവരുടെ രണ്ട് കുട്ടികളാണോന്ന് അറിയില്ല, കുഞ്ഞ് മാനുകൾ പിന്നെയും അതിലേക്ക് എടുത്ത് ചാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർക്ക് മനസ്സിലായി അങ്ങോട്ട് കുറച്ചുകൂടെ നീങ്ങിക്കഴിഞ്ഞാൽ മുങ്ങിപ്പോന്ന് മനസ്സിലായതുകൊണ്ട് അവർ തിരിച്ച് പുറത്തേക്ക് ചാടിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണെന്നറിയില്ല, ഇത്രയും നാൾ ഞാൻ വന്നേ പിന്നെ ഈ കുളം ഇങ്ങനെ പൂപ്പിലൊക്കെ പിടിച്ച് കിടക്കണം കണ്ടിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം ഈ കുളത്തിരി പൂപ്പിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവരുടെ അടുത്തേക്ക് പോയപ്പോൾ അവർ പെട്ടെന്ന് കരയിലേക്ക് ചാടിയിട്ടുണ്ടായിരുന്നു. മറ്റേ തള്ളമാന്തി അറ്റത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ സൈഡിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ ഇരിക്കാനുള്ള ഒരു ധൈര്യം വന്നു, കാരണം ഇതിന് അത്ര ആഴമുള്ളൂല്ലോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കല്ല് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ കുറച്ച് നേരം ഇരുന്ന് ആ മാനുകളൊക്കെ കണ്ടിട്ട്. എൻ്റെ പിന്നിൽ ഒരാളുണ്ടായിരുന്നു, ആ പുള്ളിക്കാരൻ മാനുകൾക്കൊക്കെ അവിടെ തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനും ഇവിടെ വെറുതെ ചുമ്മാ ഇങ്ങനെ ഇരുന്നിട്ട് വെറുതെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇവിടെ ഇരിക്കുകയാണ്. ഇതൊരു മാന ഓടി വരുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മുടെ ഒരു കുളം ഉണ്ടല്ലോ, അതിൻ്റെ സൈഡിൽ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ കുറച്ച് പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ മീനുകളൊന്നും ഇല്ല. കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഇവിടെ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 7 മണി വരെ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ബാക്കിൽ ഒരാൾ മീനിനല്ല മാനിനൊക്കെ തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരൻ കേട്ടോ. പുള്ളിക്കാരൻ എല്ലാവരുടെയും ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത് പുള്ളിക്കാരൻ്റെ കയ്യിൽ തീറ്റ കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. പക്ഷേ മാനുകൾ പുള്ളിക്കാരൻ്റെ അടുത്തൊന്നും നിൽക്കുന്നുണ്ട് കേട്ടോ. കാര്യം ഇങ്ങനെ മാനുകളൊന്നും ഇങ്ങനെ സറൗണ്ട് ചെയ്ത് നിൽക്കില്ല, പക്ഷേ ഈ മാനുകളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സമയം കളയാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുമ്മാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ കാഴ്ച കാണാനുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഇരുന്നത് ആ കുളത്തിൻ്റെ അവിടെയായിരുന്നു. ഇപ്പോൾ നമ്മൾ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ പോണ വഴിക്കും ഇതുപോലെ ലൈറ്റൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു മാന്തേനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ സ്ഥലങ്ങളുണ്ട് കാണാനും, അതുപോലെ തന്നെ പോയിരിക്കാനും. കുറേ വലിയൊരു പാർക്കാണ്. അപ്പോൾ കുട്ടികളായിട്ട് വന്നവരുണ്ട്, അതുപോലെ തന്നെ വയസ്സായ ആൾക്കാരായിട്ടൊക്കെ വന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ കാണുന്നത് ഒരു പാർക്കാണ്. അപ്പോൾ ഇനി കുറച്ച് നേരം ഇവിടെ ഇരുന്ന സമയം കളയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ല മരങ്ങളുണ്ട്. അതിൻ്റെ ചുവട്ടിലൊക്കെ നമുക്ക് പോയിരിക്കാം, നല്ല റിലാക്സ്ഡ് ആയിട്ടൊക്കെ നമുക്ക് ഇരിക്കാം കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് ഇവിടെ ആയാലും മാനുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ മാനുകളും അങ്ങനെ ഉപദ്രവിക്കുന്ന മാനുകളൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ എനിക്ക് എന്താ ഭയങ്കര പേടിയാണ്. കണ്ടോ, നിങ്ങൾ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒറ്റയ്ക്ക് വന്നിരിക്കുന്ന ആൾക്കാരുണ്ട്, 2 പേരുമായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരുണ്ട്, ഫാമിലി ആയിട്ട് വന്നിരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുളത്തിൻ്റെ അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഞാൻ നേരത്തെ ഒരു പാർക്ക് കാണിച്ചു തന്നല്ലോ, ഇവിടെ കുറേ പേര് വന്നിരിക്കുന്നുണ്ട്. അപ്പം നമുക്കും ഏതെങ്കിലും മരത്തിൻ്റെ ചുറ്റി പോയിരിക്കാം. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ച മരമാണ് ഇത് കേട്ടോ. നമ്മൾ ഇതിൻ്റെ ചുവട്ടിലാണ് പോയിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ചുവട്ടിൽ ഉറുമ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്നാലും അത് നമ്മളെ കടിക്കണമെന്നുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ കുറച്ച് നേരം ഇവിടെ വന്നിരുന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒരു എന്നെപ്പുറത്തൊരു ലേഡി ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് വന്നിട്ട് ട്രൈപോഡൊക്കെ വെച്ചിട്ട് ഇരിക്കുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടില്ലേ ആ പുള്ളിക്കാരത്തിനെ ഞാൻ കുറേ നേരം നോക്കി നിന്നായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ ഈ പാർക്കിൽ വന്നിട്ട് ജപ്പാനിൽ ഇപ്പോഴും ടിക്ടോക്ക് ഉണ്ടല്ലോ. അപ്പോൾ ടിക്ടോക്ക് കളിക്കുന്ന കുറേ പേരൊക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ നിരോധിച്ചല്ലോ, പക്ഷെ അതിന് മുന്നേ നമ്മൾ ടിക്ടോക്കൊക്കെ കുറേ കണ്ടായിരുന്നു. ഞാനൊക്കെ കുറേ അതിൽ കണ്ടിട്ടുണ്ട്, ടിക്ടോക്കൊക്കെ ഉപയോഗിച്ച ആളാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ ഇതാ സമയം 6:45 ഇവിടെ. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് കുറച്ച് നേരം വൈകിട്ടാണ് കേട്ടോ ഇരുട്ടാവുള്ളൂ. അപ്പോൾ 6:45 ആയപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് നമ്മളിനി പോവാണ് കേട്ടോ. അപ്പോൾ പോകുമ്പോൾ എന്താ കാണണ കാഴ്ചയെന്ന് വിചാരിച്ചാൽ നിങ്ങൾ കണ്ടല്ലോ, വൈറ്റ് പോലെ കുറേ സംഭവിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ക്യാൻഡിലുള്ളത്. അപ്പോൾ അത് ഇവിടുത്തെ വോളണ്ടിയേഴ്സൊക്കെ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാർക്കിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ആവാൻ പോവുകയാണ്. അപ്പോൾ പോണ വഴിക്ക് തന്നെ ഈ ഒരു നേരം ആകുമ്പോഴേക്കും ഇവർ നമ്മുടെ മാനുകൾ വേറെ സ്ഥലത്തേക്ക് പോകും. അതായത് നമ്മൾ നേരത്തെ കണ്ട ഫോറസ്റ്റിൽ ഒരു അമ്മയും ഒരു കുഞ്ഞും പാൽ കുടിക്കുന്ന ഒരു ഫോറസ്റ്റ് കണ്ടായിരുന്നില്ലേ, അവിടെയാണ് ഇവരുടെ എന്താ പറയുക കൂടും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അവർ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് കുറച്ച് ഒരു റെസ്റ്റ് പോലെ ഇവിടെ ഇരിക്കുകയാണ്, എല്ലാവരും ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ കുറേ പേര് ഇവിടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇതൊക്കെ മാനുകളുടെ ഒരു കൂട്ടാണ് കേട്ടോ. ഇപ്പോഴും മാനിൽ തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അവർക്ക് കൂട്ടിക്കയറേണ്ട സമയമായിട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവരെല്ലാവരും കൂടി ഇവിടെ കൂട്ടം കൂടി ഇരിക്കുന്നത്. അപ്പോൾ ഇതും ഇവിടെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്.
കാണാനായിട്ട് രസമുണ്ടായിരുന്നു. നേരിട്ട് കാണാൻ കുറച്ചും കൂടെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഇനി നമ്മൾ പോവാണ്. ഞാൻ കുറേ ആയിട്ട് വെയിറ്റ് ചെയ്യണേ ഇവർ എന്താ ഇരുട്ടാവാത്തതെന്ന് വെച്ചിട്ട്. കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് 7 മണിയായി. പക്ഷെ നമുക്ക് ഇരുട്ടായാലാണ് അവിടുത്തെ ലൈറ്റ്സിൻ്റെ ഭംഗി കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുവഴി ഇങ്ങനെ പോവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് ക്യാൻഡിൽ കത്തിക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അതിന് കുറേ വോളണ്ടിയേഴ്സ് കാര്യങ്ങളുണ്ട്. അവർക്ക് മാത്രമാണ് ഒരു ക്യാൻഡിൽ കത്തിക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചാലും അവർ വേണ്ടാന്ന് തന്നെ പറയുള്ളൂ. അപ്പോൾ ഈ മാൻകൂട്ടങ്ങളെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഒരു ചെവി എപ്പോഴും ഇങ്ങനെ അനക്കുന്നുണ്ട്. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി നമ്മൾ നമ്മുടെ ലൈറ്റ് കത്തിക്കണത് കാണാനായിട്ട് പോവാണ്. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്തിരിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ലൈറ്റ് കത്തുന്നതിനേക്കാളും മുന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ഈ ഓരോ കപ്പുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ട്, അതിൻ്റെ ഉള്ളിൽ പിന്നെ ഒരു ക്യാൻഡിലുണ്ട് കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 7 മണി തൊട്ട് 9:30 വരെയാണല്ലോ. അപ്പോൾ അതാണ് ഈ ക്യാൻഡിൽ കെടാനുള്ളൊരു ഡ്യൂറേഷൻ എന്ന് തോന്നുന്നു. നിങ്ങൾ ആ ദൂരം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കുറച്ച് പേര് ഇങ്ങനെ കത്തിക്കുന്നുണ്ട് ആ സംഭവങ്ങൾ. അപ്പോൾ ഇതാ ഒരു കപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് സംഭവം. ഇതിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ട്. ആ വെള്ളത്തിലാണ് എന്താ പറയുക ആ ഒരു മെഴുകുതിരി പൊന്തി കിടക്കണേ. അപ്പോൾ ഒരു 3.5 മണിക്കൂർ നേരം ഇത് കത്തായിരിക്കും. അതുകൊണ്ടാണ് ഈ അത്രയും ഒരു ഡ്യൂറേഷൻ പറഞ്ഞിരിക്കുന്നത് ഈ പരിപാടിക്ക്. പിന്നെ ഇത് വെച്ചിരിക്കുന്നതിനും എന്തോ ഒരു ഷേപ്പ് ഉണ്ട് കേട്ടോ. ആ ഷേപ്പ് അനുസരിച്ചാണ് വെച്ചിരിക്കുന്നത്. ഈ കപ്പൊന്നും നമ്മൾ അങ്ങനെ തൊടാനായിട്ട് പാടില്ല, അത് മൂവ് ചെയ്യാനായിട്ട് പാടില്ല. എങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളോടൊന്ന് പറയും, തൊടരുത് നമ്മളോട് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അവരൊരു ലൈറ്റർ പോലത്തെ ഒരു നീളമുള്ള ലൈറ്റർ പോലത്തെ ഒരു സംഭവം വെച്ചിട്ടാണ് ആ സംഭവങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഫിനിഷ് ആവും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞില്ലേ, കത്തിക്കുന്നത് കാണുമ്പോൾ എനിക്കും ഹെൽപ്പ് ചെയ്യണം എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിനനുസരിച്ചുള്ള വോളണ്ടിയേഴ്സ് ഉണ്ട്. അവർക്ക് മാത്രമാണ് അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. കാരണം ഇത്രയും വലിയ ഗ്രൗണ്ടിൽ ഇത് ഫുള്ള് കത്തിക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയില്ല. അതും ഓഗസ്റ്റ് 1-ാം തീയതി തുടങ്ങിയതാണ്, 14-ാം തീയതി വരെ ഉണ്ട്. അപ്പോൾ 2 ആഴ്ചത്തോളം വരെ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര എന്താ പറയുക വലിയ കാര്യമല്ലേ. ഇതും കഴിഞ്ഞ് ഇനി 14 വേണ്ടി പിന്നെയും പ്രിപ്പയർ ചെയ്യണം. അതും വലിയൊരു കാര്യമാണ്. അപ്പോൾ അവരതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് മാനുകൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാനുകൾ ഈ സാധനങ്ങൾ തട്ടിയിടുക അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നില്ലേ. പക്ഷേ ഇവിടുത്തെ മാനുകൾ ആ ഒരു വിളക്ക് വെച്ചത് തട്ടിയിടുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അവർ ബാക്കിയുള്ള സ്പേസിലാണ് അവർ എന്താ ചെയ്യണേ, നടക്കും അതുപോലെ തന്നെ ചാടി കളിക്കണതും അതൊക്കെ ചെയ്യണതല്ലാണ്ട് ആ കപ്പുകൾ തട്ടിയിടേ അതിന് ഡേഞ്ചർ ആവുന്ന രീതിയിൽ അതൊന്നും ചെയ്യണില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കപ്പിൻ്റെ അടുത്ത് വന്ന് ഇരുന്നിട്ടുണ്ട്. ഇതേ കത്തി കഴിഞ്ഞിട്ടുള്ള കാണിച്ച് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കപ്പിൻ്റെ ഉള്ളിലുള്ളൊരു സംഭവം കേട്ടോ. അപ്പോൾ ഒരുവിധം എല്ലാം കത്തിച്ച് കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ്. ഇപ്പോൾ ഒരു 7 മണി ആയിട്ടുണ്ട്. പക്ഷേ നേരം ഇരുട്ടായിട്ടില്ല. അപ്പോൾ ഇരുട്ടായി കഴിഞ്ഞാലാണ് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അതിന് മുന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി ഇറിട്ടായിട്ടുള്ള സംഭവങ്ങളാണ് ഇതിപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണേ. ഈ സമയത്താണ് കേട്ടോ എല്ലാവരും വന്ന് തുടങ്ങണേ. കാരണം രാത്രി വന്നാലാണ് ഇതിൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ സമയത്താണ് എല്ലാവരും വന്ന് തുടങ്ങണേ. ഈ പാർക്കിൽ മാത്രമല്ല കേട്ടോ, നമ്മൾ ബസ്സിൽ വരുന്ന സമയത്ത് പാർക്കുകൾ കണ്ടില്ലേ, അവിടെയും നല്ല രസമായിട്ട് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇരിക്കണം കേട്ടോ, കുറച്ചുകൂടി ഇറിട്ടാവാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കാനുള്ളൊരു സീറ്റുകളുണ്ട് ഈ പാർക്കിൻ്റെ ചുറ്റായിട്ടും. അപ്പോൾ അവിടെ വന്ന് പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്ത് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് സമയമുണ്ടല്ലോ. കുറച്ചുകൂടി ഇരുട്ടായാലാണ് കാണാൻ ഭംഗി ഉണ്ടാവുക. ഇവിടെ കുറച്ച് ഇരുട്ടായി നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ കുറച്ചുകൂടെ ഇരുട്ടായി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മുടെ കാത്തിനിപ്പിനൊടുവിൽ നേരം വെളുത്തുനിന്ന് നേരം ഇരുട്ടായിരിക്കുകയാണ്. അപ്പോൾ ലൈറ്റൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ കാലും മരവിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണതാണ് കേട്ടോ രാത്രിത്തെ സീൻ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കുറേ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുറേ പേര് അതിവിടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നല്ല ഭംഗിയല്ലേ. അപ്പോൾ കുറേ പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ ഇത് പോണത് നമ്മൾ എൻട്രൻസിൽ കൂടെയാണ് കേട്ടോ പോണത്. അപ്പോൾ നേരെ പോയി കഴിയുമ്പോഴാണ് നമ്മുടെ ഫുൾ എന്താ പറയുക ഗ്രൗണ്ട് ഇതുപോലെ കാണാനായിട്ട് പറ്റുക. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടെ നോക്കാം. അപ്പോൾ ഇന്ന് മൂൺ കാണാനും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പകുതി ഹാഫ് മൂൺ പോലത്തെ, ഹാഫ് മൂൺ അല്ല അതിനേക്കാൾ ചെറിയൊരു മൂണായിരുന്നു. അത് കാണാനും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഗ്രൗണ്ട്. ഇത്രയും എന്താ പറയുക കുറേ വിളക്കുകളുണ്ടായിരുന്നു. ശരിക്കും ഇരുട്ടായപ്പോഴായിരുന്നു നമുക്കതിൻ്റെ ഭംഗി കാണാനായിട്ട് പറ്റണത് കേട്ടോ. കുറേ ആൾക്കാർ ഇതിൻ്റെ ഇടയിലൊക്കെ ഇരുന്ന് ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇവർക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ
ഫോട്ടോ എടുക്കുക, വീഡിയോ ഒക്കെ എടുക്കുക, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ കണ്ടില്ലേ, നല്ലോണം പോസൊക്കെ ഇട്ടിരുന്ന് അവർ ഫോട്ടോ ഒക്കെ എടുക്കും കേട്ടോ. കണ്ട അവിടെ ഒരു ലേഡി ഇരുന്ന് ഫോട്ടോ എടുക്കണത്, ഇവിടെയും കണ്ടില്ലേ ഫോട്ടോ എടുക്കണത്, അങ്ങനെയൊക്കെ കുറേ പേര്. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കിമോണോ ഇട്ടിട്ട് ഒരു കുഞ്ഞു കുട്ടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ കുട്ടീനെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. കുഞ്ഞു പിള്ളേരെയൊക്കെ കൊണ്ടുവരും ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല രസമാണല്ലോ കാണാനായിട്ട്. ഇത് വേണ്ട വലിയ ആൾക്കാരായാലും കിമോണൊക്കെ ഇട്ട് വരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അത് നല്ല രസമാണ്. അപ്പോൾ അതെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും ഒരു കുഞ്ഞൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ഈ കണ്ടുകൊണ്ടിരിക്കണതാണ് കേട്ടോ നമ്മുടെ ടോട്ടലായിട്ടുള്ളൊരു എന്താ പറയുക ഒരു വ്യൂവ്. ഞാൻ പറഞ്ഞല്ലോ ഈ മൈതാനത്ത് മാത്രമല്ല അതിന് ചുറ്റുമുള്ള നമ്മൾ വരണ വഴിക്ക് കണ്ട ആ പാർക്കുകളിലും ഫുള്ള് ഇതുപോലത്തെ എന്താ പറയുക വിളക്കുകളാണ്. ഫുള്ള് ഈ ഗ്രൗണ്ട് ഫുള്ളും ഈ നാറയുടെ ഒരു സറൗണ്ടിങ്സ് ഫുള്ള് ഇതുപോലെ വിളക്കുകൾ കൊണ്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതാണ്. നല്ല പണിയുള്ള പരിപാടിയാണ്, സിമ്പിളായിട്ടുള്ള പരിപാടിയല്ല. പക്ഷെ അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ. അത്ര രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഞാനും കുറച്ചധികം നേരം ഇവിടെ നിന്നിട്ട് ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ കഴിഞ്ഞ കൊല്ലം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കൊല്ലം വന്നപ്പോഴും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ ക്യാൻറ്റീനിൻ്റെ ഉള്ളിലൊരു സംഭവം. അപ്പോൾ ഒരു കപ്പ് പോലെയാണല്ലോ വെച്ചേക്കണേ. അപ്പോൾ ആർക്കും ഡേഞ്ചറും അല്ല, എന്നാൽ പിന്നെ അത് തന്നെ കെട്ടോളും ചെയ്യും. അങ്ങനെയാണ് ഒരു സംഭവം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഇതിന് വേണ്ടിയിട്ട് കാത്തിരുന്നതിന് നല്ല റിസൾട്ടാണ് കേട്ടോ ഉണ്ടായിരിക്കുന്നത്. അത്രയും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് കുറേ പേരും അതുപോലെ തന്നെ എനിക്ക് മോണിട്ട ആൾക്കാരും കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഫോറിനേഴ്സും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ജാപ്പനീസുകാരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും ഭയങ്കര നമുക്ക് വിളക്കിൻ്റെ വെളിച്ചം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പോസിറ്റീവ് അല്ലേ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഇത് കാണാനായിട്ട്. നിങ്ങളിപ്പോൾ കണ്ടതാണ് കേട്ടോ ഇവിടുത്തെ നൈറ്റ് വ്യൂ. കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കുറേ തിരക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം. അപ്പോൾ അടുത്ത വീഡിയോയിലാണ്. ബൈ ബൈ, ടേക്ക് കെയർ.